നമസ്കാരം, ഫോർട്ടുഗി ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ലക്ഷ്യത്തിലാണ് BJP എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെ യാഥാർത്ഥ്യമാക്കുന്നതിനായി പല പ്രവർത്തനങ്ങളാണ് ഉത്തർപ്രദേശിൽ അരങ്ങേറുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ വിവാദ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഈദ് ആഘോഷങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളെ ന്യായീകരിക്കാനായി മുസ്ലിം സമൂഹത്തെ അപമാനിക്കുകയും ഹിന്ദു മതവിശ്വാസികളെ ഉയർത്തിപ്പിടിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. പൊതുനിരത്തിൽ നിസ്കാരം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പ്രസ്താവനകളാണ് ഇതിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയത്. PTIക്ക് നൽകിയ അഭിമുഖത്തിൽ മതപരമായ ആഘോഷങ്ങൾ അഹങ്കാരത്തിനുള്ള മാധ്യമമായി മാറരുത് എന്ന പേരിൽ മുസ്ലിങ്ങളെ അപമാനിക്കുകയും ഹിന്ദുക്കളെ മാതൃകയാക്കി കാണണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. റോഡുകൾ നടക്കാനാണെന്നും ഹിന്ദുക്കളിൽ നിന്ന് അച്ചടക്കം പഠിക്കണമെന്നും 66 കോടി ആളുകളാണ് കുംഭമേളയ്ക്ക് എത്തിയത്. എവിടെയും ആക്രമമോ കൊള്ളയെടുപ്പോ തീവെപ്പോ എവിടെയും പീഡനമോ നശീകരണമോ ഉണ്ടായിട്ടില്ല എന്നും ഹിന്ദുക്കൾ ഭക്തിപൂർവ്വം വന്നുവെന്നും മഹാസ്നാനത്തിൽ പങ്കെടുത്തു പിന്നെ മടങ്ങിയെന്നായിരുന്നു യോഗിയുടെ വാദം. ഈ പ്രസ്താവനയിലൂടെ മുസ്ലിങ്ങളെ അപമാനിക്കുകയും അവരുടെ മതപരമായ ആഘോഷങ്ങളെ ഹിന്ദു ആഘോഷങ്ങളുമായി താരതമ്യപ്പെടുത്തിയും കുറ്റപ്പെടുത്താനുമാണ് യോഗിയുടെ ശ്രമം. മതവിശ്വാസത്തിന്റെയും ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ട ഒരു ഭരണാധികാരിയുടെ സ്ഥാനം മറന്നുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭരണം നടത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കൂടാതെ യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ തന്ത്രത്തിൽ പ്രധാനപ്പെട്ടത് ബുൾഡോസർ രാജാണ്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ മറവിൽ സർക്കാർ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങളാണ് ഇതിലൂടെ നിഷേധിക്കപ്പെടുന്നത്. വഖഫ് ബോർഡുകൾ വ്യക്തിപരമായ സ്വാർത്ഥതയുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയും മുസ്ലിം സമൂഹത്തിനെതിരായ വ്യാജ പ്രചാരണത്തിന്റെ ഭാഗം തന്നെയാണ്. ഭരണഘടനയുടെ ആത്മാവായ അതിന്റെ ആമുഖത്തിൽ തന്നെ മതേതരത്വത്തെ പറ്റി പറയുമ്പോഴും മതങ്ങളെ തമ്മിലടിപ്പിച്ച വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് യോഗിയും BJPയും ശ്രമിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല.